ഹായ്, നമ്മളിപ്പം ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോർട്ട് കൊച്ചിയിലുള്ള സാറാൻറ്റി ഇല്ലേ, പുള്ളിക്കാരി എത്ര 97 ഇയേഴ്സ് വരെ നമ്മളെ ഫോർട്ട് കൊച്ചിയിലാണ്. പുള്ളിക്കാരി ജൂയിഷാണ്. അപ്പം പുള്ളിക്കാരിയുടെ നോക്കിക്കൊണ്ടിരുന്നത് ലൈക്ക് യു ക്യാൻ കം അപ്പം അസർ അല്ലേ, ഷിഹാസിൻ്റെ ഫാദറും ഉമ്മായും പാപ്പായാണ് മെയിൻലി പുള്ളിക്കാരിയെ നോക്കിയത്. അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ സെയിം സ്ഥലം പുള്ളിക്കാരി ഞാൻ എപ്പോഴൊക്കെ ഫോർട്ട് കൊച്ചി വരുമ്പോഴും പുള്ളിക്കാരി ഈ ഒരു സൈഡിലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഈ വിൻഡോയിൽ കൂടെ നോക്കിക്കൊണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ പുള്ളിക്കാരിയെ കണ്ടു. അതിന് ശേഷമാണ് പുള്ളിക്കാരി മരണപ്പെട്ടത് അല്ലേ? എന്നാണ് 2090 ഓഗസ്റ്റ് 30 തന്നെ. അപ്പോൾ ആ ഒരു ഓർമ്മകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. പുള്ളിക്കാരുടെ ആ ഒരു ഇവിടെ എങ്ങനെ വന്നെന്നുള്ളത് ആ ഒരു ഹിസ്റ്ററി സംഭവം ഉണ്ടല്ലോ, അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാമോ, ലൈക്ക് എങ്ങനെയാണ് ഫ്രണ്ടിലോട്ട് വന്ന പുള്ളിക്കാരി ഇവിടെ വന്നതും ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി മാറിയെന്നുള്ളത്? അതെ, അത്യാവശ്യം ഇത് ആൻറ്റിയും ആൻറ്റീൻ്റെ ഹസ്ബൻഡ്, ഇതെല്ലാം ചെറുപ്പത്തിലെ ഫോട്ടോസ്. ആൻറ്റീൻ്റെ ഫാമിലി വന്നത് ഇറാഖി ബാഗ്ദാദാണ്, ഇറാഖിന്നാണ് വന്നത്. പിന്നെ അവരിവിടെ സെറ്റിൽഡായി. പിന്നെ 1922 ആൻറ്റി ജനിച്ചത്. പിന്നെ 1944 ആൻറ്റീനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് 1944 മുംബൈയിലായിരുന്നു അവരുടെ എല്ലാം എന്താണ് ബിസിനസ്സും കാര്യങ്ങളും നടത്തിയിരുന്നത്. പിന്നീട് ആൻറ്റീനെ കെട്ടിക്കൊണ്ട് 1944 ജേക്കബ് കോഹനാന്ന് അങ്കിളിന്റെ പേര്. അതെ, സാറ ജേക്കബ് കോഹൻ. പിന്നെ 1950 ഈ ഷോപ്പ്, ഇത് വീടും ഷോപ്പും കൂടിയാണ്. 1950 എന്താ വെച്ചാല് ആന്റിന്റെ ഗ്രാൻഡ്മ പഠിപ്പിച്ചു കൊടുത്തു ജൂയിഷിന്റെ എംബ്രോയിഡറി വർക്ക്സ്. ഇത് ആ സെയിം പാറ്റേൺ എന്റെ ഫാദർ 1950 ജൂയിഷിന്റെ എംബ്രോയിഡറി വർക്ക്സ്, അതേപോലെ തന്നെ കോൺവെന്റ് എംബ്രോയിഡറി വർക്ക്സും ആന്റിയെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജൂയിഷിന്റെ വെഡിങ് ഡ്രസ്സും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആന്റി ചെയ്ത്. അത് കണ്ട, അത് 1965 ചെയ്ത ആന്റി ചെയ്ത വർക്കാണ്. ആ സെയിം പാറ്റേൺ ഇപ്പൊ എന്റെ ഫാദർ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഇവിടത്തെ മ്യൂസിയത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ ഫാദർ അതാണ് എന്റെ ഫാദർ 13-14 വയസ്സിൽ വന്നത്. അതെ, ഈ സ്ട്രീറ്റിൽ പോസ്റ്റ് കാർഡും സ്പൈസസും അങ്ങനെ വലിപ്പാനപ്പം അങ്ങനെ വന്ന് ആന്റിന്റെ ഹസ്ബൻഡായിട്ട് പരിചയം കമ്പനി ഉണ്ടായി. ഒരു ദിവസം ഇവിടുത്തെ ഗോഡൗൺ ലോക്കായപ്പോൾ എൻ്റെ ഫാദർ വിഷമിച്ചിരിക്കണുണ്ട്. അങ്ങനെ ഈവനിങ് വരെ ഇരിക്കണുണ്ട്. അങ്കിൾ ഇതിലെ കൂടി ജനലിൽ കൂടി ശ്രദ്ധിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്ത് പറ്റി മോനെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ തിങ്കളാഴ്ച വന്ന് സാധനങ്ങൾ വെച്ചോളാൻ പറഞ്ഞു. സാധനങ്ങൾ വെച്ച് അകത്തേറാൻ പറഞ്ഞപ്പോ അകത്തേറി ആന്റി പെട്ടെന്ന് വന്ന് ഷൗട്ട് ചെയ്ത് ഗെറ്റ് ലോസിന് വന്ന് ഇറക്കി വിട്ട്. പിന്നെ രണ്ടുപേരും ആർഗ്യുമെന്റ് ആയി. പിന്നെ അവസാനം ആന്റി ഇവിടെ വെച്ച് അവര് വെപ്പിച്ച് ആന്റിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. പിന്നീട് വർഷങ്ങളോളം എടുത്ത് ബോണ്ടിങ് ആണായിട്ട് പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അവർക്ക് അല്ല അങ്ങനെ പണ്ടത്തെ ടൈപ്പ്. പിന്നീട് വർഷങ്ങളോളം എടുത്ത് ബോണ്ടിങ് ആണായിട്ട് പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അവർക്ക് മക്കളില്ലായിരുന്നു. എന്റെ ഫാദറിന് സ്വന്തം മോനെ പോലെ. അതെ, പിന്നെ ആന്റിന്റെ ഹസ്ബൻഡ് 1999 മരണപ്പെട്ടത്. അതിനു മുന്നേ എന്റെ ഫാദർ പറഞ്ഞു ഞാനില്ലെങ്കിലും നീ നോക്കാം. അപ്പൊ ഫാദർ പറഞ്ഞു രണ്ടുപേരുടെ സ്വഭാവം ഡിഫറെന്റ് ആണ്, അങ്ങനെ പോവില്ല. അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ലാം മാറിക്കോളും. അങ്ങനെ പതിയെ അവര് വീണ്ടും അങ്ങനെ സ്വന്തം മോനെ പോലെ ആയി. പിന്നെ ഇതെല്ലാം നോക്കി നടത്തി 19-20 വർഷത്തോളം എൻ്റെ വാപ്പ ആന്റിയെ നോക്കി. ആന്റി തിരിച്ചും എൻ്റെ ഫാമിലി എൻ്റെ ഫാദറിനെ വളർത്തു. ഇതെല്ലാം പഠിപ്പിച്ച ജൂഷിന്റെ ഗ്യാപ്പാണ് ഇത്. കിപ്പ എന്ന് പറയുന്നത്. കിപ്പ യൂറോപ്യൻ സ്റ്റൈൽസ് ആണ്. ഇത് കൊച്ചിൻ കിപ്പാണ്, കൊച്ചിൻ സ്റ്റൈലാണ്. ഇത് നമ്മുടെ നാടിന്റെ ഇവിടത്തെ സ്റ്റൈലാണ്. ഇവിടെ ആയിട്ട് നമ്മ മുസ്ലിങ്ങൾ അതേ രീതി ഇവിടെ തന്നെ ഫാദറാണ് ഇതെല്ലാം ചെയ്യണത്. പിന്നെ ഇത് അങ്ങനത്തെ എംബ്രോയിഡറി. പിന്നെ ഇത് ആന്റിന്റെ വീടും ഇതാണ് പുള്ളിക്കാരി താമസിച്ചത്. ഇതെന്ന് വെച്ചാൽ മെസൂസ എന്ന് പറയും. എല്ലാ ജൂഷിനോ ഹോമിലും ഉണ്ടാവും. അവര് എൻ്റർ ചെയ്യുമ്പോ പ്രാർത്ഥിച്ചിട്ട് കയറും. അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. അതെ, ഇവിടെയും ഉണ്ടാവും. ഇത് കണ്ട, ഇതെല്ലാം ജൂഷിന് അവരുടെ ഐഡന്റിറ്റി അതാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ആന്റി ഇവിടെ നിന്നാണ് കിപ്പ ചെയ്യണം.
എന്ന് വെച്ചാൽ ഇതിലൂടെ ആൾക്കാർ എംബ്രോയിഡറി ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ആന്റി അപ്പൊ ഇതിലൂടെ ആൾക്കാർ പോകുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അവര് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അവർ ചോദിക്കും ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പൊ ഇംഗ്ലീഷിൽ പറയും എടുക്കണമെങ്കിൽ ഒരു ഹാൻഡ് ടവൽ എടുക്കാൻ പറയും. എന്നിട്ട് അങ്ങനെ തമാശ ഭയങ്കര മിങ്കിൾ ചെയ്യും എല്ലാവരും, ഭയങ്കര സംസാരവും. ആക്റ്റീവ് ആയിരുന്നു. അതെ, അതാണ് ഇത്ര കുറച്ചും കൂടി അറിയാം. അത്യാവശ്യം എല്ലാരും ഓർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തോണ്ടിരുന്ന സംഭവങ്ങൾ. ഇപ്പൊ പാപ്പായാണ് നോക്കുന്നത് അല്ലേ? അതാണ് പുള്ളിക്കാരിയുടെ ഫോട്ടോ. കാണാത്തവര് ഉണ്ടെങ്കിൽ ഈ ഒരു വിളക്ക് കത്തിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ച 6 മണിക്ക് ഷബ്ബാദ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ആന്റിന്റെ ഓർമ്മക്കായിട്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. റെസ്പെക്ട് ചെയ്യുന്നതാണ്. മനസ്സിലായി. നല്ല ഫോട്ടോസ് കേട്ടോ. അതെ, ഇതൊക്കെ ആരെടുത്താണ്? വാപ്പാന്റെ ഫ്രണ്ടാണ് ഹരിഹരൻ എന്ന് പറഞ്ഞു. അടിപൊളി ഫോട്ടോസ് ആണ്. ആര് കറക്റ്റ്? അതെ, ആന്റി ഇന്ത്യൻ സിറ്റിസണും കൂടിയാണ്. 2019 വോട്ട് ചെയ്തിട്ടുണ്ട്. ഓ നൈസ്. ഇത് കണ്ടില്ലേ വോട്ടിന് ചിഹ്നം കണ്ടില്ല? വോട്ടിങ്ങിന്റെ. എൻ്റെ ഫാദറിന്റെ വാപ്പാന്റെ ആന്റിന്റെയും വാപ്പാന്റെയും കയ്യാണ്. ഈ ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോഗ്രാഫർ ആരായാലും കറക്റ്റ് അത് ഫീലുണ്ട്. അത് ജൂയിഷ് വെഡിങ് ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട സ്റ്റിക്ക് പോലത്തെ അതിന്റെ ഉള്ളിൽ റോൾ ചെയ്ത് വെച്ചേക്കണേ. അത് നശിയാണ്ടിരിക്കാൻ ഇവിടത്തെ മ്യൂസിയം വന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി മ്യൂസിയം പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഫാദർ അല്ല ജൂയിഷിന്റെ വെഡിങ് ഡ്രസ് എന്താണ് ഇതേപോലെയാണ്. ഇത് ട്രഡീഷണൽ ജൂയിഷ് വെഡിങ് ഡ്രസ് ആണ്. 200 years ago റിയൽ ഗോൾഡ് ആയിരുന്നത് പണ്ട്. ഇപ്പൊ സിമിലർ ടു മുസ്ലിം തന്നെയാണ് ഇത്. അതെ, ഇത് തന്നെയാണ് ഇപ്പൊ ആന്റിന്റെ പാറ്റേൺ വെച്ച് ആ സെയിം റിപ്ലിക്ക വെച്ച് എന്റെ വാപ്പ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോസ് ഉണ്ട് കാണിച്ചത്. ഏത് ഭാഷ ഇത്? ഹിബ്രു ആണ്. ഇത് ജൂയിഷിന്റെ ഒരു ബുക്കാണ്. ആന്റിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇത് ആന്റിയാണ്. ഇവിടെ ഫ്രണ്ടാണ്. പണ്ട് ഇത് ജൂയിഷ് സ്ട്രീറ്റ് ആണ്. എന്താ വെച്ചാൽ ജൂയിഷ് മാത്രം ഒരാളും കൂടി ഉള്ളൂ. കീത്ത് അലേഗുവ ഈ സ്ട്രീറ്റിൽ ലാസ്റ്റ് ആണ്. 65 വയസ്സായ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. കാരനാണ്. ഒന്നും കഴിച്ചിട്ടില്ല. പോപ്പുലേഷൻ ഇല്ല. അല്ലേഗോ ഫാമിലിയാണ്. ഇത് കോഹൻ ഫാമിലി. കൊച്ചിയിൽ അങ്ങനെ ഒരുപാട് ജ്യൂസ് ഉണ്ടോ? എറണാകുളത്തുണ്ട് 13 പേരുണ്ട്. അങ്ങനെ നമ്പേഴ്സ് മാത്രമാണ്. ഫാമിലി ഉണ്ട്. ഈ പുള്ളിക്കാരന്റെ ഫാമിലി ഉണ്ട്. ഈ പുള്ളിന്റെ ഫാമിലി എറണാകുളത്ത് ഉണ്ട്. സിനഗോഗ് അവിടെ സിനഗോഗിലുണ്ട്. കടമ്പാകം. ശാലോം എന്ന് വെച്ചാൽ പീസാണ്. ഭയങ്കര സന്തോഷം ബ്രോ. നമ്മള് വെളിയിൽ നിന്നല്ലേ പുള്ളിക്കാരിയെ കണ്ടിട്ടുള്ളൂ. അകത്ത് കയറി പുള്ളിക്കാരി എങ്ങനെയാണ് പുള്ളിക്കാരുടെ ലൈഫ് എന്നുള്ളത് കാണാൻ പറ്റി. ഇതായിരുന്നു അപ്പൊ ലോകം. അതെ, മോളിലൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഫ്യൂച്ചർ മ്യൂസിയം ആക്കാൻ വേണ്ടി ആന്റി ഉപയോഗിച്ച സാധനങ്ങളും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടി ഓർമ്മക്കായിട്ട്. ഈ സ്റ്റോറി പറയുന്ന ബ്രോ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ മതിയല്ലോ. അത്യാവശ്യം ആ ഒരു ഹിസ്റ്ററി നമുക്ക് നൈസായിട്ട്. ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു, അല്ലാണ്ട് വെറുതെ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ എനിക്ക് പുള്ളിക്കാരി ഞാൻ കണ്ട ഓർമ്മയുള്ളതുകൊണ്ട് എനിക്കൊരു അറിയണമെന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ബ്രോ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെങ്കിൽ കുറച്ച് നമുക്ക് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. മനസ്സിലായി. ഇപ്പൊ ബ്ലോഗ് കാണുന്നവർക്കായാലും കുറച്ച് പേർക്ക് ആ റിലേറ്റ് ആവും. എല്ലാരും കണ്ടിട്ടല്ലേ ഉള്ളൂ, എന്താണ് കഥയെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ്. ഭൂരിഭാഗം പേർക്കും ഇതിനെ പറ്റി അങ്ങനെ അറിവ് കുറവാണ്. പുറത്തുനിന്നുള്ള കൊച്ചി ആ ഒരു ഈ എന്താ പറയുക ജ്യൂസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയായിരുന്നു ലിങ്ക് എന്ന് തോന്നുന്നല്ലേ എല്ലാ ആ ഒരു സംഭവത്തിന്. ജ്യൂസ് സ്ട്രീറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ തന്നെ എന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ജ്യൂസ് താമസിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഓഫ് ഫൈവില് ആന്റി അതിലെ ഏറ്റവും പ്രായം കൂടിയതാണ്. മനസ്സിലായി. ഇത്രയും വർഷം നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ച്. എന്നാലും നൈസ്. താങ്ക് യു സോ മച്ച് ബ്രോ, ഇത്രയും ഷെയർ ചെയ്തതിന്. നമ്മളെന്തായാലും ഇത്രയും പ്രതീക്ഷയില്ല. പറഞ്ഞ നമ്മളൊരു ഇതിന്റെ ഫോട്ടോ തന്നെ പോയപ്പോഴേക്കും നമുക്ക് കുറച്ച് ഹിസ്റ്ററി കിട്ടി. നൈസ്, താങ്ക്സ്. അപ്പം ഇതാണ് ഗൈസ് ഹാൻഡിക്രാഫ്റ്റും സംഭവം. ഇതൊക്കെ സെയിലിനുള്ളതായിരിക്കും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും കേട്ടോ. എല്ലാം ക്രോസ് സ്റ്റിച്ചും ഷാഡോ വർക്ക് ഹാൻഡിക്രാഫ്റ്റ് സംഭവം. അപ്പം നമ്മൾ ഈ ഇത് കാണിച്ചതിന് വളരെ നന്ദി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഹിസ്റ്ററി അറിഞ്ഞതിൽ
ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഒരു ദിവസം ഞാൻ എന്തായാലും വരാം ഫാദറിനെ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ക്യുസീൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ചെറിയ താല്പര്യമുണ്ട്. എന്തൊക്കെയത് കോഷർ കുസീൻ അല്ലേ, കോഷർ ഫുഡ്സ് അല്ലേ? ഷക്ഷൂക്ക ഞാൻ കഴിച്ചിട്ടുണ്ട് മുമ്പ്, പക്ഷെ എന്നാലും ട്രഡീഷണൽ ഇവിടുത്തെ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ട്, നോക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. ഇത് നിങ്ങളെ ഹാൻഡിക്രാഫ്റ്റ് പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർലി എംബ്രോയിഡറീസും സാധനങ്ങളും എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ജസ്റ്റ് വന്നൊന്ന് കണ്ടു നോക്കുക, ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ വാങ്ങിക്കുക ഗൈസ്. നൈസ്, സപ്പോർട്ട് ചെയ്യുക ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. അടുത്ത ഇതിലോട്ട് പോവാം. ബൈ, ടാറ്റ.